എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറച്ച് ചോറ് ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 ടേബിൾ സ്പൂൺ നിറയെ വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളകും സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനും അതുപോലെ തന്നെ ഗ്രീൻ പാർട്ടും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഗാർലിക് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ എടുക്കുന്നത്. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ നിറയെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ വെളുത്തുള്ളിയുടെ കളറൊക്കെ മാറിയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്തത്. വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനാണ് ഞാനിപ്പോൾ ചേർത്തത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 3/4 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസും 1 ടീസ്പൂൺ വിനാഗിരിയുമാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ചോറാണ് ഇതിലേക്ക് ചേർക്കാനുള്ളത്. ഉപ്പിട്ട് വേവിച്ചെടുത്ത 2.5 കപ്പ് ചോറാണ് ചേർക്കുന്നത്. വേവിച്ചെടുത്ത ചോറാണ് 2.5 കപ്പ് എന്ന് പറഞ്ഞത്. ഞാനിവിടെ ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ചോറ് ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ ഗാർലിക് റൈസ് തയ്യാറാക്കിയെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ചോറ് ചേർക്കുമ്പോൾ ചൂടോടുകൂടി ചേർക്കാൻ പാടില്ല. നന്നായിട്ട് തണുത്ത ശേഷം വേണം ചോറ് ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചോറ് ചേർത്തിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള ഗാർലിക് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനു മുമ്പ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെയും ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെയും ഒക്കെ റെസിപ്പികൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്